വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. നമ്മൾ ഇൻവോയ്സുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ദാറ്റ് മീൻസ് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കഴിഞ്ഞ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ബിസിനസ്സിനകത്തുള്ള ഇൻവോയ്സുകളും അതായത് നേരത്തെ എഴുതി കൊടുത്തുകൊണ്ടിരുന്ന എസ്റ്റിമേറ്റ്സും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മാറ്റി അതിനെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇൻവോയ്സുകളാക്കി അല്ലേ. സോ ഒരു ഇൻവോയ്സ് എന്താണെന്ന് പഠിച്ചു, ആ ഇൻവോയ്സിനകത്തുള്ള കണ്ടന്റുകൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു, ഇൻവോയ്സ് എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് പഠിച്ചു അല്ലേ. രണ്ട് സ്പെഷ്യൽ കാറ്റഗറി ആയിട്ട് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദാറ്റ് മീൻസ് ഇൻവോയ്സ് ഇൻ കേസ് ഓഫ് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ സപ്ലൈ ഓഫ് ഗുഡ്സ്, ആൻഡ് സെക്കൻഡ് വൺ ഇൻവോയ്സ് ഇൻ കേസ് ഓഫ് സപ്ലൈ ഓഫ് സർവീസസ്. ആ സപ്ലൈ ഓഫ് സർവീസസിനകത്ത് ആ ബാങ്കിങ്, NBFC ആ പറയുന്ന പോയിന്റ്സുകൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, വളരെ എളുപ്പമാണ് അതിനകത്തൊക്കെ. ഓക്കെ, ഇന്ന് നമ്മൾ ആ ഇൻവോയ്സിന്റെ കണ്ടിന്യൂവേഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, ദ റിവൈസ്ഡ് ഇൻവോയ്സ്. റിവൈസ്ഡ് ഇൻവോയ്സ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അതായത് നിങ്ങൾ എന്നാണോ ലയബിൾ ആവുന്നത് അല്ലെ, അത് കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ കൊടുക്കണം. അതായത് ഇന്ന് നിങ്ങൾക്ക് 20 ലക്ഷം രൂപയുടെ മുകളിൽ ടേൺ ഓവർ വന്നാൽ നിങ്ങൾ ഇന്ന് തൊട്ട് രജിസ്റ്റേർഡ് ആവണം. പക്ഷേ നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കുന്നത് ഈ പറയുന്ന 30 ദിവസത്തിനുള്ളിലും അല്ലെങ്കിൽ ആ പറയുന്ന മറ്റേ നമ്മുടെ രജിസ്ട്രേഷന്റെ പ്രൊസീജിയർ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി. സോ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഓൾറെഡി ദാറ്റ് മീൻസ് നിങ്ങൾ എന്നാണോ ലയബിൾ ആവുന്നത് അതിനുശേഷം ആ രജിസ്ട്രേഷൻ കിട്ടുന്ന ഡേറ്റ് വരെയുള്ള കാലയളവ് ഉണ്ടാവുമല്ലോ, അതിനകത്ത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഇൻവോയ്സുകളെ അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്ന ബില്ലുകളെ നിങ്ങൾ റിവൈസ് ചെയ്ത് ഇൻവോയ്സുകളാക്കണം. മനസ്സിലായോ? അതായത് ഇന്ന് നിങ്ങൾക്ക് 20 lakhs rupees ആയെങ്കിൽ നാളെ മുതൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ പറയുന്ന കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് GST കളക്ട് ചെയ്യേണ്ട ആൾക്കാരാണ്. പക്ഷെ അങ്ങനെ കളക്ട് ചെയ്യുന്ന നേരത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾക്ക് GST നമ്പറോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല അല്ലെ. കാരണം അപ്ലിക്കേഷൻ കൊടുക്കാൻ നമുക്കൊരു 30 ദിവസം സമയമുണ്ട്, അതിന്റെ പ്രൊസീജിയർ നടത്താൻ ബാക്കിയുള്ള കാര്യങ്ങളുണ്ട്. സോ ഇവിടെ പറയുന്നത് അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ ഓൾറെഡി ഇൻവോയ്സുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം. നോക്കാം. That means a registered person may within 1 month from the date of issuance of certificate of registration and such manner as prescribed in the invoice rules issued a revised invoice against invoice already issued during the period beginning with the effective date of registration till the date of issuance of certificate of registration to him. സിറ്റുവേഷൻ മനസ്സിലായല്ലോ. സോ എന്നാണോ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് അത് കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ നിങ്ങൾ ഈ പറയുന്ന ഈ കാലയളവിൽ കൊടുത്തിരിക്കുന്ന ഇൻവോയ്സുകളെ നിങ്ങൾ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം. Okay, and the provision is necessary as a person who becomes liable for the registration has to apply registration within 30 days of become liable for the registration. When such an application is made within a time period and registration is granted, the effective date of registration is the date on which the person become liable for the registration. Thus, there would be a time lag between the date of grant of certificate of registration and effective date of registration. മനസ്സിലായോ? അതായത് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ഡേറ്റും നമുക്ക് എന്നാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് ഈ പറയുന്ന ടൈമിന് ഒരു ടൈം ലാഗ് ഉണ്ടാവും. ആ ടൈം ലാഗിനകത്ത് നിങ്ങൾ ഏതൊക്കെ ഇൻവോയ്സുകളാണോ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ആ ഇൻവോയ്സുകളെ എന്നാണോ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പർ കിട്ടുന്നത് അത് കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, ഈ ആ ടൈം ലാഗിനകത്ത് കൊടുത്തിരിക്കുന്ന ഇൻവോയ്സുകളെ ഫുള്ളായിട്ട് റിവൈസ് ചെയ്യണം. റിവൈസ് മീൻസ് പുതിയ ഇൻവോയ്സുകൾ കൊടുക്കണം. മനസ്സിലായോ? And for supplies made by person during the intervening period, the law enables the issuance of revised invoice so that ITC can be availed by the recipient of such supplies. So അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആരാണോ ഈ റെസിപ്പിയന്റ് അവർക്ക് ഈ പറയുന്ന പോലെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്ന സാധനം ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, സോ പറഞ്ഞാൽ മനസ്സിലായല്ലോ. എന്തായിരുന്നു ആ രജിസ്ട്രേഷൻ ചെയ്യേണ്ട ഡേറ്റ് അല്ലെങ്കിൽ ലൈബിൾ ടു ബി രജിസ്റ്റേർഡ് ആവേണ്ട ഡേറ്റ് തൊട്ട് എന്നാണോ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ലെറ്റർ കിട്ടുന്നത്, രജിസ്ട്രേഷൻ ഓക്കെ ആവുന്നത്, ഈ ടൈം ലാഗിനകത്ത് നിങ്ങൾ ഇൻവോയ്സുകൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ ഏതെങ്കിലും തരത്തിലുള്ള സപ്ലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പർ കിട്ടിയ ഡേറ്റ് മുതൽ 1 മാസത്തിനുള്ളിൽ ഈ ടൈം ലാഗിൽ നിങ്ങൾ എത്രയൊക്കെയാണോ സപ്ലൈസ് ചെയ്തിരിക്കുന്നത് ആ സപ്ലൈസിന്റെ ഇൻവോയ്സുകളെല്ലാം റിവൈസ് ചെയ്യണം. ദാറ്റ് മീൻസ് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ വെച്ചിട്ട് പുതിയ ഇൻവോയ്സുകൾ അടിക്കണം. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്തായിരിക്കും ഗുണം, ആ റെസിപ്പിയന്റ് ആരാണോ, നമുക്ക് ക്യാഷ് തന്നവരാരാണോ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ITC ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, റെസിപ്റ്റ് വൗച്ചർ on receipt of advance payment. That means നമ്മൾ ഏതെങ്കിലും ഒരു സപ്ലൈ സർവീസസിന് വേണ്ടിയിട്ട് ഫുൾ എമൗണ്ട് കൊടുക്കുന്നില്ല, അഡ്വാൻസ് എമൗണ്ട് മാത്രമാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു 5 ലക്ഷം രൂപയുടെ സപ്ലൈക്ക് വേണ്ടിയിട്ട് നമ്മൾ ആകെ കൂടെ 2000
അല്ലെങ്കിൽ ഒരു ലക്ഷമോ 2 ലക്ഷമോ ആണ് നമ്മൾ അഡ്വാൻസ് ആയിട്ട് പേയ്മെന്റ് കൊടുക്കണം എന്ന് വിചാരിക്കുക. സോ അഡ്വാൻസ് പേയ്മെന്റ് കൊടുത്താൽ അവിടെ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണമെന്ന് നിർബന്ധമില്ല, ഇല്ലല്ലോ. ആ സപ്ലൈ സർവീസ് നടക്കുമ്പോൾ മാത്രമേ, അല്ലെങ്കിൽ സർവീസോ ഗുഡ്സോ അതിന്റെ സപ്ലൈ നടക്കുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യേണ്ട കാര്യമുള്ളൂ, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട കാര്യമുള്ളൂ. സോ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ അഡ്വാൻസ് ആണ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, നോക്കി. Whenever a registered person receives an advance payment with respect to any supply of goods or services or both, he has to issue a receipt voucher or any other document containing such particulars as per Rule 50 of the GST Rules 2017, evidencing the receipt of payment. മനസ്സിലായി? ഏതെങ്കിലും തരത്തിലുള്ള റെസീറ്റ് വൗച്ചറോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡോക്യുമെന്റോ നമ്മൾ ഒപ്പിട്ട് കൊടുക്കണം. എന്തിനാ? ആ റെസീപ്റ്റ് വാങ്ങിച്ചു എന്ന് കണക്കാക്കാൻ. ഓക്കെ, അതിന്റെ ഒരു എവിഡൻസ് ആയിട്ട്. മനസ്സിലായല്ലോ? ആൻഡ് പ്രൊവിഷൻ ഓഫ് റൂൾ 50 ഓഫ് ദ GST റൂൾസ് 2017, ഇഫ് അറ്റ് ദ ടൈം ഓഫ് റെസീപ്റ്റ് ഓഫ് അഡ്വാൻസ് the rate of tax is not determinable, the tax may be paid at the rate of 18%. അതായത് നിങ്ങൾ ഇങ്ങനെ അഡ്വാൻസ് വാങ്ങിക്കുന്ന സമയത്ത്, മനസ്സിലായല്ലോ, റെസിപ്റ്റ് കൊടുക്കണം. അതിന് അല്ലെങ്കിൽ ആ കൊടുക്കുന്ന റെസിപ്റ്റിന് സമയത്ത് ഏത് ഈ പറഞ്ഞ പോലെ റേറ്റ്, മനസ്സിലായി, GST റേറ്റ് എത്രയാണെന്ന് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര റേറ്റ് ചാർജ് ചെയ്യാം? 18% ചാർജ് ചെയ്യാം. ആൻഡ് ദ നാച്ചർ ഓഫ് സപ്ലൈ ഈസ് നോട്ട് ഡിറ്റർമിനബിൾ, ദ സെയിം ഷാൾ ബി ട്രീറ്റഡ് ആസ് ഇന്റർസ്റ്റേറ്റ് സപ്ലൈ. ഏത് ടൈപ്പ് ഓഫ് സപ്ലൈ ആണെന്ന് നമുക്ക് മനസ്സിലായില്ല, ഇൻഡർസ്റ്റേറ്റ് ആണോ ഇൻട്രാസ്റ്റേറ്റ് ആണോ എന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിഞ്ഞില്ല എന്ന് വിചാരിക്കുക. ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ അതിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും? ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും. സോ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ അഡ്വാൻസ് ആണ് വാങ്ങിക്കുന്നതെങ്കിൽ ആ അഡ്വാൻസ് വാങ്ങിച്ചു എന്ന് ബോധ്യം വരുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു എവിഡൻസിങ് ഡോക്യുമെന്റ്സ് കൊടുക്കണം. നമ്പർ 1. ഓക്കെ, ആ നമ്പർ 2, ആ എവിഡൻസിങ് ഡോക്യുമെന്റ്സിന് എഴുതിയിരിക്കുന്ന GST അല്ലെങ്കിൽ ആ എവിഡൻസിങ് ഡോക്യുമെന്റ് എഴുതുന്ന സമയത്ത് GST റേറ്റ് എത്രയാണ് എന്ന് നിങ്ങൾക്ക് നിശ്ചയമില്ല എന്ന് വിചാരിക്കുക. മനസ്സിലായി? അതായത് ടൈപ്പ് ഓഫ് ഗുഡ്സോ അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് സപ്ലൈയോ ഏത് വേണേലും ആവാം, പക്ഷെ അതിന് ഏത് റേറ്റ് ആണോ ചാർജ് ചെയ്യേണ്ടതെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് ഡിറ്റർമിനബിൾ അല്ല എന്ന് വിചാരിക്കുക. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ അതിനെ നമുക്ക് 18% ചാർജ് ചെയ്യാം. ഓക്കെ, ആൻഡ് ദ തേർഡ് വൺ ഏതാ? അത് ഇൻട്രസ്റ്റേറ്റ് ആണോ ഇൻട്രാസ്റ്റേറ്റ് ആണോ എന്ന് മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ അതിനെ നിങ്ങൾ ഏതായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം? ഇൻട്രസ്റ്റേറ്റ് സപ്ലൈ ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം. ഒരു കുഞ്ഞ് എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു സപ്ലയർ ആണെന്ന് വിചാരിക്കുക. എവിടുന്നോ ഏതോ ഒരുത്തൻ വന്ന് നിങ്ങൾക്ക് കുറച്ച് എമൗണ്ട് ഓഫ് അഡ്വാൻസ് വന്നു. നിങ്ങൾ 5-6 ടൈപ്പ് ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണ്. ഈ 5 ടൈപ്പ് ഓഫ് ഗുഡ്സിനും 5 ടൈപ്പ് ഓഫ് ടാക്സ് റേറ്റ് ആണെന്ന് വിചാരിക്കുക. ഇവൻ എവിടുന്ന വന്നേന്നും അറിയില്ല. സോ നമുക്ക് ആകെ ഒരു നിശ്ചിത യൂണിറ്റ് നമുക്ക് ഓർഡർ തന്നു, 2 ലക്ഷം രൂപ അഡ്വാൻസ് തന്നു എന്ന് വിചാരിക്കുക. സോ അഡ്വാൻസ് ആയിട്ട് നിങ്ങൾ വാങ്ങിക്കുക, അല്ലെങ്കിൽ അഡ്വാൻസ് വാങ്ങിച്ചിട്ട് നിങ്ങൾ എഴുതി കൊടുക്കുന്ന ഈ പറയുന്ന എവിഡൻസിങ് ഡോക്യുമെന്റ്സിനകത്ത് 5 ഗുഡ്സിനകത്ത് ഏതാണെന്ന് അറിയില്ല. ഓക്കെ, അല്ലെങ്കിൽ ഏത് റേറ്റ് ഓഫ് ടാക്സ് ആണെന്ന് അറിയില്ല. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ അവിടെ 18% ചാർജ് ചെയ്യണം. ആൻഡ് ഇവ ഇൻട്രാസ്റ്റേറ്റ് ആണോ എന്നും അറിയില്ല. ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ അതിന് എന്തായിട്ട് നിങ്ങൾ ട്രീറ്റ് ചെയ്യേണ്ടി വരും? ഇൻട്രസ്റ്റേറ്റ് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും. സിറ്റുവേഷൻ മനസ്സിലായി? ഇത് മനസ്സിലായാൽ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് അടുത്തത് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് മീൻസ് റീഫണ്ട് വൗച്ചർ. നോക്കേ, where any such receipt of voucher is issued but subsequently no supply is made and no tax invoice is issued, the registered person who has received the advance payment can issue a refund voucher against such payment. മനസ്സിലായി? അതായത് അഡ്വാൻസ് വാങ്ങിച്ചു, പക്ഷെ അവിടെ എന്ത് ചെയ്തില്ല? ഈ പറഞ്ഞതുപോലെ GST സപ്ലൈ എന്ന് പറയുന്ന സാധനം നടന്നില്ല. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ഇതിനെ എന്ത് ചെയ്യേണ്ടി വരും? ഈ പറയുന്നതിനെ റീഫണ്ട് ആയിട്ട് കൊടുക്കേണ്ടി വരും. മനസ്സിലായല്ലോ? ഈ പറഞ്ഞതിനെ നമുക്ക് റീഫണ്ട് ആയിട്ട് കൊടുക്കേണ്ടി വരും. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഇൻവോയ്സ് ആൻഡ് പേയ്മെന്റ് വൗച്ചർ ബൈ എ പേഴ്സൺ ലയബിൾ ടു പേ ടാക്സ് അണ്ടർ റിവേഴ്സ് ചാർജ് ഓഫ് ദ CGST ആക്ട്. റിവേഴ്സ് ചാർജ് എന്താണെന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ആരാ? സപ്ലയർ അല്ല, റെസിപ്പിയന്റ് ആണ് എന്ത് ചെയ്യേണ്ടത്? ടാക്സ് പേ ചെയ്യേണ്ടത്. ഇറ്റ്സ് കോൾഡ് റിവേഴ്സ് ചാർജ് മെക്കാനിസം. സോ അങ്ങനെ റിവേഴ്സ് ചാർജ് മെക്കാനിസം ആണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യാം? നോക്കേ, എ രജിസ്റ്റേർഡ് പേഴ്സൺ ലയബിൾ ടു പേ ടാക്സ് അണ്ടർ റിവേഴ്സ് ചാർജ് ഹാസ് ടു ഇഷ്യൂ ആൻ ഇൻവോയ്സ് in respect of goods or services or both received by him. മനസ്സിലായി? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം. Such a registered person in respect of such a supply also has to issue payment voucher at the time of making payment to the supplier. മനസ്സിലായല്ലോ? സോ രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം. കാരണം പുള്ളിക്കാരനാണ് ടാക്സ് കളക്ട് ചെയ്ത് ഗവൺമെന്റിലോട്ട് അടയ്ക്കേണ്ട ലയബിലിറ്റി. സോ അവിടെ എന്ത് ചെയ്യേണ്ടി വരും? ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യണം. കൂടാതെ ടൈം ഓഫ് പേയ്മെന്റ് ടു ദ സപ്ലയർ, പേയ്മെന്റിന്റെ സമയത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഒരു പേയ്മെന്റ് വൗച്ചറും കൂടെ വേണം. സോ ഒറ്റ വാക്കിൽ പറയുവാണെങ്കിൽ ആരാണോ GST കൊടുക്കാൻ ബാധ്യതർ അവരാണ് ഏത് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യം? ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യം.
ഓക്കെ, സോ നോക്കി, സോ ഇവിടെ GST ആയതുകൊണ്ട് ആ GST റിവേഴ്സ് ചാർജ് മെക്കാനിസം മുഖേന ആയതുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് നോക്കി, രജിസ്റ്റേർഡ് പേഴ്സൺ ലയബിൾ ടു പേ ടാക്സ് അണ്ടർ റിവേഴ്സ് ചാർജ്. ഓക്കെ, സോ റിവേഴ്സ് ചാർജ് പ്രകാരം ആരായിരിക്കും ലയബിൾ? റെസിപ്പിയന്റ് അല്ലേ? ഹാസ് ടു ഇഷ്യൂ ആൻ ഇൻവോയ്സ് ഇൻ റെസ്പെക്ട് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് റിസീവ്ഡ് ബൈ ഹിം. സോ നമ്മൾക്കാണ് കിട്ടിയ, ഇപ്പം നമ്മൾ റെസിപ്പിയന്റ് ആണെങ്കിൽ നമ്മളാണ് ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. മനസ്സിലായി? പേയ്മെന്റ് കൊടുക്കുന്ന സമയത്ത് ഒരു പേയ്മെന്റ് വൗച്ചറും കൂടെ കളക്ട് ചെയ്യുമെന്ന് മാത്രം. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ്. കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ് മീൻസ് ദാറ്റ് മീൻസ് ഇപ്പം അതായത് ഒരു സിംഗിൾ ട്രാൻസാക്ഷൻ അല്ല അവിടെ നടക്കണേ. മനസ്സിലായി? 2-3 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഗുഡ്സ് സപ്ലൈ ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ അതിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്. അതെന്താണെന്ന് നമുക്ക് സപ്ലൈ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. നിങ്ങളിപ്പം ഇത് മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി. കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ട്രാൻസാക്ഷൻ അല്ല. മനസ്സിലായി? ഒന്നിലധികം ട്രാൻസാക്ഷൻസ് വരും, അത് കുറേ നാൾ കണ്ടിന്യൂസ് ആയിട്ട് അത് നടന്നുകൊണ്ടേയിരിക്കും. ഇറ്റ്സ് കോൾഡ് കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നോക്കേ, ഇൻ കേസ് കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ് വേർ സക്സസീവ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് ഓർ സക്സസീവ് പേയ്മെന്റ്സ് ആർ ഇൻവോൾവ്ഡ്, ദ ഇൻവോയ്സ് ഷാൾ ബി ഇഷ്യൂഡ് ബിഫോർ ഓർ അറ്റ് ദ ടൈം ഈച്ച് സച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇഷ്യൂഡ് ഓർ ആസ് ദ കേസ് മേ ബി ഈച്ച് സച്ച് പേയ്മെന്റ് ഈസ് റിസീവ്ഡ്. മനസ്സിലായല്ലോ? എങ്ങനെയായിരുന്നു? ഓരോ തവണയും നമ്മൾ എന്ത് ചെയ്യണം? ഓരോ തവണയും നമ്മൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം. എപ്പോഴാ? ബിഫോർ ഓർ അറ്റ് ദ ടൈം ഈച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇഷ്യൂഡ്. അതായത് ഒരു സപ്ലൈ ആയിട്ട് ബന്ധപ്പെടുത്തി ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെന്റ്സോ ഒന്നിൽ കൂടുതൽ പേയ്മെന്റ്സോ കയറി വരികയാണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ആ സപ്ലൈ അല്ലെങ്കിൽ ആ പേയ്മെന്റിന് മുമ്പായിട്ട് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്തേ പറ്റൂ? ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്തേ പറ്റൂ. മനസ്സിലായല്ലോ? ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഈ പറയുന്ന പോലെ ബൾക്കായിട്ട് ഒരു ഓർഡർ വേണം. അത് ഈ 5 മാസങ്ങളിലായിട്ട് തന്നാൽ മതി. ഞാൻ ഒരു എക്സാമ്പിളാണ് പറയണേ. ബൾക്കായിട്ടുള്ള ഒരു ഓർഡറാണ് നമുക്ക് കിട്ടിയിരിക്കണേ. പക്ഷേ അത് 5 മാസങ്ങളിലായിട്ട് അവർ പറയുന്ന നിശ്ചിതമായിട്ടുള്ള ഇടവേളകളിൽ മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി? മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്ന സാധനം ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ് നടക്കണേ. ഇവിടെ പറയുന്നത് എന്നാണെന്നറിയാമോ? അങ്ങനെ ഓരോ ടൈമിനകത്തും സ്റ്റേറ്റ്മെന്റോ ഈ പറയുന്നത് പോലെ പേയ്മെന്റോ ചെയ്യുകയാണെങ്കിൽ ആ പേയ്മെന്റിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യേണ്ടി വരും? ഇൻവോയ്സ് എന്ന് പറയുന്ന സാധനം പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ഓക്കെ, ഓർ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. മനസ്സിലായി? ആൻഡ് സെക്ഷൻ 31 subsection 5 of the CGST Act, subject to the provision of clause D of subsection 3 in case of continuous supply of services. Okay, എന്താ പറഞ്ഞത് നോക്കിയേ, where the due date of payment is ascertainable from the contract, the invoice shall be issued on or before the due date of payment. മനസ്സിലായി? എങ്ങനെയായിരുന്നു? where the due date of payment is ascertainable from the contract. അതായത് കറക്റ്റ് ആയിട്ട് നമുക്ക് ഡ്യൂ ഡേറ്റ് ഓഫ് പേയ്മെന്റ് എപ്പോഴാണെന്ന് അറിയാം. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ the invoice shall be issued on or before the due date of payment. ആ പേയ്മെന്റിന് തൊട്ട് മുമ്പായിട്ട് നിങ്ങൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്താൽ മതി. And the second one, where the due date of payment is not ascertainable from the contract, the invoice shall be issued before or at the time when the supplier of services receives the payment. അങ്ങനെ ഡ്യൂ ഡേറ്റ് ഓഫ് പേയ്മെന്റ് എപ്പോഴാണെന്ന് അറിയില്ലെങ്കിൽ എപ്പോഴാണോ സപ്ലയർക്ക് പേയ്മെന്റ് കിട്ടുന്നത് ആ വരുന്ന സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ആ പേയ്മെന്റ് കിട്ടുന്ന സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ പറയുന്ന പോലെ ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്താൽ മതി, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്താൽ മതി. And the third one, where the payment is linked to the completion of an event, the invoice shall be issued on or before the date of completion of event. ഏതെങ്കിലും ഒരു ഇവന്റിന്റെ കംപ്ലീഷനായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ പറയുന്ന പോലെ പേയ്മെന്റ് വന്നിരിക്കുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ എന്നാണോ ആ ഇവന്റ് കംപ്ലീറ്റ് ആവുന്നത് ആ സമയത്ത് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ പറയുന്നത് പോലെ ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്താൽ മതി. ഓക്കെ, സോ പറഞ്ഞ കാര്യം എന്തൊക്കെയായിരുന്നു? അതായത് കറക്റ്റ് എപ്പോഴാണോ പേയ്മെന്റിന്റെ ഡ്യൂ ഡേറ്റ് എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ പേയ്മെന്റിന്റെ ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്താൽ മതി. അങ്ങനെ ഡ്യൂ ഡേറ്റ് ഓഫ് പേയ്മെന്റ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എന്നാണോ നിങ്ങൾക്ക് പേയ്മെന്റ് കിട്ടുന്നത് ആ സമയത്ത് നിങ്ങൾ ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്താൽ മതി. ഇനി ഈ പറയുന്ന പേയ്മെന്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഇവന്റിന്റെ കംപ്ലീഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണെങ്കിൽ ആ ഇവന്റ് കംപ്ലീഷൻ മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ പറയുന്ന പോലെ ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്താൽ മതി. ഓക്കെ, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്താൽ മതി. അടുത്തത്, സപ്ലൈ സർവീസസ് സീസസ് അണ്ടർ എ കോൺട്രാക്ട് ബിഫോർ കംപ്ലീഷൻ ഓഫ് സപ്ലൈ. അതായത് കംപ്ലീഷനും അല്ലെങ്കിൽ സപ്ലൈ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ കോൺട്രാക്ട് ക്യാൻസൽ ആയെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു കോൺട്രാക്ട് ആയിരുന്നു, പക്ഷെ അത് സപ്ലൈ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് 100% കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ ആ കോൺട്രാക്ട് ക്യാൻസൽ ആയെന്ന് വിചാരിക്കുക. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നോക്കേ, ഇൻ കേസ് where the supply of services ceases under a contract before the completion of the supply, the invoice shall be issued at the time when the supply ceases, and such invoice shall be issued to the extent of supply made before the cessation. മനസ്സിലായി? അതായത് ഒരു കോൺട്രാക്ട് ഇപ്പോൾ ഒരു 100% ഗുഡ്സ്, മനസ്സിലായി, അല്ലെങ്കിൽ ഒരു 1000 ഗുഡ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോൺട്രാക്ട് നമുക്ക് പേയ്മെന്റ് പറഞ്ഞിരിക്കുന്നത് എന്ന് വിചാരിക്കുക.
ഈ പറയുന്ന 1000 ഗുഡ്സ് നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല, ഒരു 700 ഗുഡ്സ് ഒക്കെ ആകുമ്പോഴേക്കും തന്നെ ആ കോൺട്രാക്ട് നിന്ന് പോയെന്ന് വിചാരിക്കുക. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ കോൺട്രാക്ട് നിൽക്കുന്ന സമയത്താണ് നമ്മളോട് എന്ത് പറയണേ, ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യാൻ പറയണേ. ഷാൾ ബി ഇഷ്യൂഡ്. കോൺട്രാക്ട് നിന്ന് പോകുന്ന സമയത്ത് നമ്മൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം. അതിനകത്ത് ആ കോൺട്രാക്റ്റിനകത്ത് ഇത്രയും വരെ മനസ്സിലായി. ഇപ്പം നമ്മളൊരു 700 ആണെങ്കിൽ അതുവരെയുള്ള ഡീറ്റെയിൽസ് ആ ഇൻവോയ്സിനകത്ത് മെൻഷൻ ചെയ്തിരിക്കണം. ഓക്കെ. സോ സപ്ലൈ തീരുന്നതിന് മുമ്പായിട്ട് കോൺട്രാക്ട് നിന്ന് പോവുകയാണെങ്കിൽ എന്നാണോ നിന്ന് പോകുന്നത് ആ സമയത്ത് നമ്മൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം. ആ ഇൻവോയ്സിനകത്ത് എന്ത് വേണം ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ആ കോൺട്രാക്റ്റിനകത്ത് ഇതുവരെ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അതിനകത്ത് മെൻഷൻ ചെയ്യണം. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വൺ, ഗുഡ്സ് ബീയിങ് സെൻഡ് ഓർ ടേക്കൺ ഓൺ അപ്രൂവൽ ഫോർ സെയിൽ ഓർ റിട്ടേൺ. Okay, anything contained in subsection 1 where the goods being sent or taken on approval for sale or return are removed before the supply takes place, the invoice shall be issued before or at the time of supply or 6 months from the date of removal, whichever is earlier. Okay, 6 months on orthirunal madi. Okay, goods being sent or taken on approval for sale or return. മനസ്സിലായി. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ, ഈ ഗുഡ്സ് ഓൺ സെയിൽ അല്ലെങ്കിൽ സെയിൽ ഓൺ അപ്രൂവൽ എന്ന് കേട്ടിട്ടില്ലേ? ദാറ്റ് മീൻസ് നമ്മൾ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് എന്ന് പറയുന്ന സാധനം നടത്തും, പക്ഷേ അവർക്ക് ഒരു നിശ്ചിത ടൈം പീരീഡ് കൊടുക്കും. മനസ്സിലായി. അതിനകത്ത് അവർക്ക് ഗുഡ്സ് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, അവരത് വാങ്ങിച്ചാൽ മതി. ഓക്കെ, മനസ്സിലായല്ലോ? എങ്ങനെയായിരുന്നു നമ്മൾ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് കൊടുക്കുന്നു? അതായത് സപ്ലയർ ഈ പറയുന്ന റെസിപ്പിയന്റിന് ഗുഡ്സ് കൊടുക്കുന്നു. ആ ഗുഡ്സ് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അതിനെ ഒരു സെയിൽ ട്രാൻസാക്ഷൻ ആയിട്ടല്ല കണക്കാക്കണേ. എന്നാണോ റെസിപ്പിയന്റ് അപ്രൂവ് ചെയ്യുന്നത്, ഓക്കെ ഇത് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞിട്ട് എന്നാണോ അപ്രൂവ് ചെയ്യുന്നത് ആ സമയത്ത് മാത്രമേ അതിനെ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ. മനസ്സിലായി. സോ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ, വേർ ദ ഗുഡ്സ് ബീയിങ് സെൻഡ് ഓർ ടേക്കൺ ഓൺ അപ്രൂവൽ ഫോർ സെയിൽ, ഓക്കെ, ഓർ റിട്ടേൺ ആർ റിമൂവ്ഡ് ബിഫോർ ദ സപ്ലൈ ടേക്സ് പ്ലേസ്. ഓക്കെ, അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ദ ഇൻവോയ്സ് ഷാൾ ബി ഇഷ്യൂഡ് ഓർ അറ്റ് ദ ടൈം ഓഫ് സപ്ലൈ ഓർ 6 months ഫ്രം ദ ഡേറ്റ് ഓഫ് റിമൂവൽ വിച്ച് ഈസ് ഏർലിയർ. എന്നാണോ റിമൂവ് ചെയ്തിരിക്കുന്നത് ഓർ നമുക്ക് ഒരു 6 months തന്നിട്ടുണ്ട്. ഓക്കെ, ഓർ അറ്റ് ദ ടൈം ഓഫ് സപ്ലൈ ഓർ 6 months ഫ്രം ദ ഡേറ്റ് ഓഫ് റിമൂവൽ വിച്ച് ഈസ് ഏർലിയർ. മനസ്സിലായി. എന്നാണോ ഗുഡ്സ് നമ്മൾ കൊടുത്തു വിടുന്നത് അത് കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, ഈ പറയുന്നത് പോലെ ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യണം. ഇനി അതിനു മുമ്പ് ഗുഡ്സ് എടുക്കാം എന്ന് റെസിപ്പിയന്റ് പറയുവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ആ ഡേറ്റിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്താൽ മതി. അതായത് ചുരുക്കം പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് പോയിട്ട് കാര്യമില്ല. നമുക്ക് അവിടെ ഒരു മാക്സിമം ടൈം പറയുന്നത് 6 മാസമാണ്. മനസ്സിലായി. 6 മാസത്തിനുള്ളിൽ നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്തേ പറ്റൂ, ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്തേ പറ്റൂ. ഇനി 6 മാസത്തിന് മുമ്പായിട്ട് അങ്ങേരെ അത് ഏറ്റെടുക്കാം വാങ്ങിക്കാം എന്ന് പറയുവാണെങ്കിൽ ആ ടൈമിൽ നമ്മൾ ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഫെസിലിറ്റി ഓഫ് ഇലക്ട്രോണിക് പേയ്മെന്റ് ടു റെസിപ്പിയന്റ്. That means, as per section 31A of CGST Act, the government may, on the recommendation of the council, prescribe a class of registered person who shall provide the prescribed mode of electronic payment to the recipient of supply of goods or services or both made by him, and give option to such a recipient to make payment accordingly in such manner and subject to such condition and restrictions as may be prescribed. മനസ്സിലായി. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയുന്നില്ല. അതായത് ആ പറയുന്ന പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള രജിസ്റ്റേർഡ് പേഴ്സൺസ് ആരൊക്കെയാണോ അവർക്ക് എന്തിന് കൊടുത്തിട്ടുണ്ട്, ഫെസിലിറ്റി ഓഫ് ഇലക്ട്രോണിക് പേയ്മെന്റ് ടു ദ റെസിപ്പിയന്റ്. ഓക്കെ, ഇലക്ട്രോണിക്കലി പേയ്മെന്റ് നടത്താം. അത് ഏതൊക്കെയാണ് എന്താണെന്നൊന്നും നമ്മളോട് അല്ലെങ്കിൽ നമുക്കിവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. നമുക്ക് അത് ഏതാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത്, എ ക്ലാസ് ഓഫ് രജിസ്റ്റേർഡ് പേഴ്സൺ, ഓക്കെ, ഹൂ ഷാൾ പ്രൊവൈഡ് പ്രിസ്ക്രൈബ്ഡ് മോഡ്സ് ഓഫ് ഇലക്ട്രോണിക് പേയ്മെന്റ് ടു ദ റെസിപ്പിയന്റ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ മോർ മെയ്ഡ് ബൈ ഹിം. മനസ്സിലായി. ഇലക്ട്രോണിക് പേയ്മെന്റിന് ഒരു ഗേറ്റ് വേ നമ്മൾ കൊടുക്കുകയാണ്. ആൻഡ് ഗീവ് ദ ഓപ്ഷൻ ടു സച്ച് റെസിപ്പിയന്റ് ടു മേക്ക് പേയ്മെന്റ് അക്കോർഡിംഗ്ലി. എന്നിട്ട് നമ്മുടെ റെസിപ്പിയന്റോട് നമ്മൾ പറയുകയാണ് നിങ്ങൾ അങ്ങനെ പേയ്മെന്റ് നടത്തിക്കോളാനാണ് പറയുന്നത്. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഇൻ സച്ച് മാനർ ആൻഡ് സബ്ജക്ട് ടു സച്ച് കണ്ടീഷൻസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് ആസ് മേ ബി പ്രിസ്ക്രൈബ്. ആ കണ്ടീഷൻസും റെസ്ട്രിക്ഷൻസും എന്തൊക്കെയാണെന്നില്ല. അങ്ങനെ റെസിപ്പിയന്റ് വേണമെങ്കിൽ ഇലക്ട്രോണിക്കലി എന്ത് ചെയ്യാം, പേയ്മെന്റ് നടത്താം. മനസ്സിലായി. സപ്ലയർ അതിനുള്ള ഒരു ഗേറ്റ് വേ, ഒരു ഇലക്ട്രോണിക് ഗേറ്റ് വേ മാത്രം ചെയ്താൽ മതി. ആൻഡ് ഇലക്ട്രോണിക് ടിക്കറ്റ്സ് with effect from 1/9/2009. Okay, a registered person supplying services by way of admission to the exhibition on cinematographic films in a multiplex screens shall be required to issue an electronic ticket, and the said electronic ticket shall be deemed to be tax invoice for all purpose of the act. മനസ്സിലായി. അതായത് മൾട്ടിപ്ലക്സിനകത്ത് നമ്മൾ സിനിമയ്ക്ക് പോകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഇലക്ട്രോണിക് ടിക്കറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ ഒരു ടാക്സ് ഇൻവോയ്സ് ആയിട്ട് തന്നെ നമ്മൾ കണക്കാക്കണം. ആൻഡ് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ നോക്കി, even if such a ticket does not contain the details of the recipient of services but contains other information as mentioned under rule 46.
അതായത് അവിടെ എന്തില്ലെങ്കിൽ പോലും റെസിപ്പിയൻ്റെ ഡീറ്റെയിൽസ് ഇല്ലെങ്കിൽ പോലും അതിനെ നമുക്ക് എന്തായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാം, ഈ പറയുന്നത് പോലെ നമ്മുടെ ടാക്സ് ഇൻവോയ്സ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാം. പക്ഷേ റെസിപ്പിയൻ്റെ ഡീറ്റെയിൽസ് ഇല്ലാന്നേ ഉള്ളൂ, GST നമ്പറും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് വേണം. GST എത്രയാണ്, ഈ പറയുന്ന ടിക്കറ്റിൻ്റെ ചാർജ് എത്രയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം വേണം. സോ ഒരു മൾട്ടിപ്ലക്സിനകത്ത് നമ്മൾ സിനിമയ്ക്ക് പോകുന്ന നേരത്ത് നമുക്ക് കിട്ടുന്ന ഇലക്ട്രോണിക് ടിക്കറ്റിനെ നമുക്ക് എന്തായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാം, ഇൻവോയ്സ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാം, അതിനകത്ത് നമ്മുടെ പേര് ഇല്ലെങ്കിൽ പോലും. ഓക്കെ, ഒരു കാര്യം കൂടെ പറഞ്ഞത്, പ്രൊവൈഡ് ദാറ്റ് ദ സപ്ലയർ ഓഫ് സച്ച് സർവീസസ് ഇൻ എ സ്ക്രീൻ അതർ ദാൻ മൾട്ടിപ്ലക്സ് സ്ക്രീൻ മേ അറ്റ് ഈസ് ഓപ്ഷൻ ഫോളോ ദ എബോവ് പ്രൊസീജിയർ. അതായത് മൾട്ടിപ്ലക്സ് സ്ക്രീൻ വേണമെന്നില്ല, മനസ്സിലായോ? അതല്ലാതെയും ഓക്കെ ഈ ടൈപ്പ് ഓഫ് സർവീസ് കൊടുക്കുന്ന സപ്ലയർ ഓഫ് സച്ച് സർവീസസ് ഇൻ എ സ്ക്രീൻ അതർ ദാൻ മൾട്ടിപ്ലക്സ്, അതായത് ഈ പറയുന്ന പോലെ സിനിമയുടെ കേസ് തന്നെയാണ് പറയണേ, അവിടെ മൾട്ടിപ്ലക്സ് വേണമെന്നില്ല, അതല്ലെങ്കിൽ പോലും ആ സപ്ലയർക്ക് തീരുമാനിക്കാം ഇങ്ങനെ ഒരു ഇലക്ട്രോണിക് പേയ്മെന്റ് സിസ്റ്റം ഉണ്ടാക്കി കൊടുക്കാം, അതിനെ ആ ടിക്കറ്റിനെ നമുക്ക് എന്തായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാം, ഈ പറയുന്ന ഇൻവോയ്സ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇൻവോയ്സുമായിട്ട് ബന്ധപ്പെടുത്തി പറയാനുള്ളത്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഡെബിറ്റ് നോട്ട് എന്താണ്, ക്രെഡിറ്റ് നോട്ട് എന്താണെന്ന് പറയാം. ഓക്കെ, ബൈ.